ഇന്ത്യയിൽ ഉൾപ്പെടെ വിമാനങ്ങളിലെ GPS സംവിധാനങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ വർദ്ധിക്കുന്നെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ അതിർത്തിയിലെ 10% വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളിൽ കൃത്യത കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആഗോളതലത്തിൽ തെറ്റായ സിഗ്നലുകൾ ഉപയോഗിച്ചുള്ള GPS സ്പൂഫിംഗ് പ്രതിദിനം 1500ഓളം യാത്രാ വിമാനങ്ങളെ ബാധിക്കുന്നെന്നും കണ്ടെത്തൽ. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി ഉൾപ്പെടെ ലോകത്തെ പ്രധാന സംഘർഷ മേഖലകളിലെല്ലാം തെറ്റായ സിഗ്നലിംഗ് ഉപയോഗിച്ചുള്ള അട്ടിമറി ശ്രമങ്ങൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് യാത്രാ വിമാനങ്ങളുടെ പ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പൈലറ്റുമാരുൾപ്പെടെ 8000ഓളം വ്യോമയാന ഉദ്യോഗസ്ഥരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ നിന്നുമാണ് വിമാന ജീവനക്കാരുടെ അന്താരാഷ്ട്ര സംഘടനയായ OPS ഗ്രൂപ്പിന്റെ കണ്ടെത്തൽ. ഇന്ത്യയുടെ മ്യാൻമാർ, പാകിസ്ഥാൻ അതിർത്തികളിലൂടെയുള്ള 10% വിമാനങ്ങളിൽ നാവിഗേഷൻ സംവിധാനങ്ങളിൽ കൃത്യതക്കുറവുള്ളതായി GPS ജാം പോർട്ടലും വ്യക്തമാക്കുന്നു. നാവിഗേഷൻ ഉപകരണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റായ GPS സിഗ്നലുകൾ ഉൾപ്പെടുന്ന സൈബർ ആക്രമണത്തിന്റെ രൂപമാണ് സ്പൂഫിംഗ്. സംഘർഷ മേഖലകളിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാനാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. ഡിസംബർ 25-ന് 38 പേർ കൊല്ലപ്പെട്ട അസർബൈജാൻ എയർലൈൻസ് അപകടത്തിലുൾപ്പെടെ GPS ഇടപെടൽ കണ്ടെത്തിയിരുന്നു. GPS സ്പൂഫിംഗ് സ്പീഡ് ഡിസ്പ്ലേ തകരാറിലാക്കുകയും നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തി തെറ്റായ മുന്നറിയിപ്പുകൾ നൽകുമെന്നും പൈലറ്റുമാർ പറയുന്നു. 2024 സെപ്റ്റംബറിൽ OPS ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 2023-ൽ വടക്കൻ ഇറാഖിലെ ബാഗ്ദാദിലാണ് GPS സ്പൂഫിംഗുകളുടെ ആദ്യ പരമ്പര തിരിച്ചറിഞ്ഞത്. 2024-ൽ കരിങ്കടൽ മേഖല, പടിഞ്ഞാറൻ റഷ്യ, ഉത്തര ദക്ഷിണ കൊറിയയുടെ അതിർത്തി പ്രദേശങ്ങൾ, പടിഞ്ഞാറൻ യുക്രൈൻ, ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി എന്നിവിടങ്ങളിൽ പുതിയ സ്പൂഫിംഗ് ലൊക്കേഷനുകൾ കണ്ടെത്തി. ഡൽഹി ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയണിലെ ജൂലൈ-ഓഗസ്റ്റ് മാസത്തിനിടെ 316 വിമാനങ്ങളെയാണ് GPS സ്പൂഫിംഗ് ബാധിച്ചത്. മ്യാൻമാർ അതിർത്തി കടക്കുമ്പോൾ ബാങ്കോക്ക്, വിയറ്റ്നാം, ഹോങ്കോങ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്കും ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും ദുബായ്, ദോഹ തുടങ്ങി മറ്റ് ഗൾഫ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്കും തെറ്റായ GPS സിഗ്നലുകൾ ലഭിക്കാറുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ആഗോളതലത്തിൽ പ്രതിദിനം 300ഓളം വിമാനങ്ങളെയാണ് GPS സ്പൂഫിംഗ് ബാധിച്ചിരുന്നതെങ്കിൽ ഓഗസ്റ്റോടെ ഇത് 5 ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും OPS ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.